എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു ആത്മീയ യാത്രയെക്കുറിച്ചാണ്. എന്നുമല്ല, തിരുമലി ശ്രീ ബാലാജി ദർശനം. കഴിഞ്ഞ 19-ാം തീയതി അക്ഷയ തൃതീയ എന്ന മഹാപുണ്യമായ ദിനത്തിൽ ഞാൻ തിരുമലയിൽ പോയപ്പോൾ അവിടെ ചെന്ന അനുഭവങ്ങളും എൻ്റെ വീഡിയോകളുമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോടായി പങ്കുവയ്ക്കുന്നത്. ഈ യാത്ര ഒരു സാധാരണ യാത്രയല്ല. ആത്മാവിനെ സ്പർശിക്കുന്ന, മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു അനുഭവം തന്നെയാണ് ഈ തിരുമല ദർശനം. ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ഏറെ പ്രതീക്ഷകളോടെയും ഭക്തിയോടെയുമായിരുന്നു. ഞങ്ങൾ ഒരു 30 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു. ഞങ്ങൾ തിരുമല മുകളിലേക്ക് രാവിലെ 6:45 തിരുമലയ്ക്കുള്ള ബസ് ഞങ്ങൾ കയറി. ഞങ്ങൾ 7:30 ആയപ്പോൾ തിരുമലയിൽ എത്തി. അതിൽ ഞങ്ങൾ എനിക്കും കുറച്ചു പേർക്കും തലമുണ്ടനം ചെയ്യണമായിരുന്നു. ഞങ്ങളത് തലമുണ്ടനം ചെയ്യാനുള്ള സ്ഥലത്ത് പോയി തലമുണ്ടനം ചെയ്തു വന്നു. അതിനുശേഷം ഞങ്ങൾ കുളിച്ച് തിരുമല ദർശനം വെങ്കടേശ്വര ഭഗവാനെ ദർശിക്കാൻ വേണ്ടി ക്യൂവിൽ പോകാൻ നിൽക്കുന്നു. ഞങ്ങളുടെ ടോക്കൺ സമയം രാവിലെ 11 മണിക്കായിരുന്നു പറഞ്ഞിരുന്നത്. അതിനാൽ ഞങ്ങൾ രാവിലെ 9:30 ആയപ്പോൾ തന്നെ ക്യൂവിൽ കയറി നടന്നു തുടങ്ങി. അക്ഷയ തൃതീയ ദിനമായതിനാൽ ഭക്തരുടെ തിരക്ക് വളരെയധികം കൂടുതലായിരുന്നു. എല്ലാവരും ഒരേ ഒരു ലക്ഷ്യത്തോടെ മാത്രമാണ് അവിടെ വന്നത്. ശ്രീ ബാലാജി ഒരു നിമിഷം കാണാൻ, ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ ആ പുണ്യ ദർശനം കാണാൻ എല്ലാവരും ആഗ്രഹിച്ച് കൊതിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ ഉടനീളം ഗോവിന്ദ ഗോവിന്ദ എന്ന നാമസങ്കീർത്തനമാണ് കേട്ടുകൊണ്ടിരുന്നത്. ആ ശബ്ദം തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ശക്തി നിറയ്ക്കുന്നുവെന്ന് നമുക്ക് തോന്നും. ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു ക്ഷീണവും ഞങ്ങൾക്ക് തോന്നിയില്ല. ഭഗവാനെ കാണാനുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ഓരോരുത്തർക്കും. അവരുടെ മുഖങ്ങളിൽ സന്തോഷത്തിൻ്റെ ചിരികൾ മാത്രമാണ് കാണാൻ സാധിച്ചത്. ആർക്കും ഒരു ക്ഷീണവും തോന്നിയില്ല, ഉത്സാഹം മാത്രം. എല്ലാവരും ഭഗവാനെ ദർശിക്കാനുള്ള ആ ഒരു ആഗ്രഹത്തോടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ ഭഗവാനെ മനസ്സ് ധ്യാനിച്ചുകൊണ്ടാണ് എല്ലാവരും സന്തോഷത്തോടെയാണ് നീങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു നീണ്ട വഴിയാണ് ബാലാജി ദർശനത്തിന് വേണ്ടി. മെറ്റൽ റീലിങ്ങുകളും മുകളിൽ ലൈറ്റുകളും ഫാനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ നിരനിരയായി മുന്നോട്ട് പോകുന്ന ഭക്തജനങ്ങളെയും നമുക്ക് കാണാം. കാത്തിരിപ്പ് മണിക്കൂറുകൾ നീണ്ടെങ്കിലും ആരും പരാതിപ്പെടുന്നില്ല. കാരണം എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ആശയം മാത്രം, ഒരേ ഒരു ആഗ്രഹം മാത്രം, ഭഗവാന്റെ ആ പുണ്യ ദർശനം ഒരു നിമിഷം മാത്രം കിട്ടാൻ. അക്ഷയ തൃതീയ ആയതിനാൽ ഈ ദിവസം ദർശനം വളരെയധികം സവിശേഷമാണ് എന്നാണ് എല്ലാവരും വിശ്വസിച്ചു പോരുന്നത്. ഇന്ന് നാം ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും ദാനങ്ങൾക്കും അനന്തമായ ഫലം ഉണ്ടാകും. എല്ലാവിധ സർവൈശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ ദിവസം അക്ഷയ തൃതീയ ദിവസം വെങ്കടേശ്വര സ്വാമിയെ ദർശിച്ചാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയിലും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ക്യൂവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ പ്രത്യേകമായ ശാന്തതയും അനുഭവിക്കാം നമുക്ക്. ആളുകൾ കൂടുതലാണെങ്കിലും ഒരു ആത്മീയമായ സമാധാനം അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഓരോ ചുവടും മുന്നോട്ട് പോകുമ്പോൾ മനസ്സിൽ ആവേശം കൂടി വരുന്നു നമുക്ക്. ഇനിയും കുറച്ച് സമയം മാത്രം നമുക്ക് ബാലാജിയെ കാണാൻ സാധിക്കും. അത്രയ്ക്കും നമ്മുടെ മനസ്സിൽ ശാന്തതയും സമാധാനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങളും എല്ലാം മറക്കുന്നു. നമ്മുടെ മനസ്സിൽ ഒരേ ഒരാഗ്രഹം, ആ ഭഗവാന്റെ പുണ്യദർശനം, വെങ്കടേശ്വര സ്വാമിയുടെ ആ പുണ്യദർശനം നമുക്ക് ലഭിക്കണം. അതുമാത്രമാണ് എല്ലാവരുടെയും മനസ്സിൽ. ആ ആഗ്രഹത്തോടെയാണ് എല്ലാവരും എല്ലാ ദുഃഖ ദുരിതങ്ങളും മറന്ന് ക്യൂവിലൂടെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഏകദേശം 1 മണിയായപ്പോൾ ഗർഭഗൃഹത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. അപ്പോൾ നമ്മുടെ ഹൃദയം വേഗത്തിൽ ഇടിക്കുന്നു. കണ്ണുകൾ സന്തോഷാശ്രുക്കൾ പൊഴിക്കുകയാണ്. സ്വർണ്ണാഭരണഭൂഷിതനായി കിരീടം ധരിച്ച് വരദഹസ്തവുമായി നിൽക്കുന്ന ശ്രീ ബാലാജിയെ, ശ്രീ വെങ്കടേശ്വര സ്വാമിയെ നേരിൽ കാണുന്ന നിമിഷം വാക്കുകളിൽ പറയാൻ പറ്റാത്ത ഒരു അനുഭവമാണ്.
അത്രയ്ക്കും സന്തോഷകരമായ ആ പുണ്യദർശനം, ആ നിമിഷം നമുക്ക് എപ്പോഴും മറക്കാൻ സാധിക്കില്ല. അത് ചില സെക്കൻഡുകൾ മാത്രമാണെങ്കിലും പക്ഷെ ആ അനുഭവം നമ്മുടെ ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ നിലനിൽക്കും. ശ്രീ വെങ്കടേശ്വര ഭഗവാന്റെ ആ ദിവ്യമായ ദർശനം മനസ്സിൽ ഒരു സമാധാനവും വിശ്വാസവും നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്നു. അത്രയ്ക്കും പോസിറ്റീവായ എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അത്രയ്ക്കും പവർഫുള്ളാണ് ആ ദർശനം. അങ്ങനെ ഭഗവാന്റെ ആ ദിവ്യ ദർശനം തൊഴുത് പ്രദക്ഷിണം വെച്ച് ഭഗവാന്റെ പ്രസിദ്ധമായ ഭണ്ഡാരത്തിൽ കുണ്ടികയിൽ ഞങ്ങൾ പ്രണം സമർപ്പിച്ചു. അതിനുശേഷം അല്പസമയം അവിടെ ഇരിക്കുവാൻ സാധിച്ചു. ആ സമയം ഭഗവാന്റെ നാമമന്ത്രങ്ങൾ ജപിക്കാൻ സാധിച്ചു. അതിനുശേഷം ഭഗവാന്റെ ഇലക്കുമ്പിലുള്ള പ്രസാദം ഞങ്ങൾ ഓരോരുത്തരും സന്തോഷപൂർവ്വം അവിടെ കഴിക്കാൻ സാധിച്ചു. ഇത്രയും ആനന്ദകരമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. മനസ്സിൽ ഇങ്ങനെ ആനന്ദവും സന്തോഷവും പോസിറ്റീവ് എനർജിയും എല്ലാവരിലും കാണാൻ സാധിക്കുന്നു. നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്രയ്ക്കും നല്ലൊരു സന്തോഷമായ ഒരു ദിവസമാണ് അന്ന്. പുറത്തിറങ്ങിയപ്പോൾ ഒരു പുതുമയും ഒരു പോസിറ്റീവ് എനർജിയും നമുക്ക് അനുഭവപ്പെടും. അത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. അതിനുശേഷം ഞങ്ങൾ ഭഗവാന്റെ പ്രമുഖ വഴിപാടായ ലഡു പ്രസാദം വാങ്ങാൻ ഞങ്ങൾ പോയി. ഞങ്ങളെല്ലാവരും ലഡു പ്രസാദം വാങ്ങിയ ശേഷം ഞങ്ങൾ പോയത് തിരുമലയിലെ അന്നപ്രസാദ ഹാളിലേക്കാണ്. ഇത് ഒരു അത്ഭുതകരമായ അനുഭവമാണ് നമുക്ക് തരുന്നത്. ഇവിടെ പതിനായിരക്കണക്കിന് ഭക്തർക്കാണ് ദിവസേന സൗജന്യമായി ഭക്ഷണം നൽകുന്നത്. നീണ്ട ഹാളിൽ ഒരു നിരനിരയായിരിക്കുന്ന ഭക്തജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ക്രമപ്പെട്ട സർവീസാണ് ഇവിടെയുള്ളത്. സേവകർ വളരെ വേഗത്തിലും വിനയത്തോടെയും ഭക്ഷണം നൽകുന്നു. നമ്മുടെ ഭക്ഷണ വിഭവങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. ഞങ്ങൾ പോയ അന്ന ദിവസം പരിപ്പുവട, ചമ്മന്തി, പായസം, മെഴുക്കുവരട്ടി പോലുള്ള ഒരു വിഭവം ഉണ്ടായിരുന്നു. സാമ്പാർ, രസം, മോര്, പച്ചരിച്ചോറ്, ഇത്രയായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്ന വിഭവങ്ങൾ. നമുക്ക് ആവശ്യമായ ഇത്രയും വിശപ്പ് തീരുന്നുവോളം നമുക്ക് ചോറും രസവും എല്ലാം നമുക്ക് തരും. ഇത്രയും വിഭവങ്ങൾ ലക്ഷക്കണക്കിന് ഭക്തർക്ക് സൗജന്യമായി കൊടുക്കുക എന്നത് മഹത്കരമായ കാര്യമാണ്. ഈ അന്നം ഒരു സാധാരണ ഭക്ഷണമല്ല. ശ്രീ വെങ്കടേശ്വര ഭഗവാന്റെ അന്നപ്രസാദമാണ്. അത്രയ്ക്കും ദിവ്യമായ പ്രസാദമാണ്. എല്ലാവരും ഭക്തിയോടുകൂടിയാണ് ആ അന്നപ്രസാദം കഴിക്കുന്നത്. ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ അന്നപ്രസാദമായ ഓരോ വിഭവങ്ങളും ഭക്തിയോടെയും നന്ദിയോടെയും സ്വീകരിക്കുമ്പോൾ മനസ്സിലൊരു പ്രത്യേകമൊരു ആനന്ദം, സന്തോഷം നിറയും. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആരും ഇവിടെ വിശന്നിരിക്കില്ല. ഇവിടെ ജാതിയില്ല, മതമില്ല, പണം ഒന്നും ഇവിടെ പ്രശ്നമല്ല. എല്ലാവരും ഒരുപോലെ ഇരുന്ന് ഒരേ അന്നം കഴിക്കുന്നു. ഇത് തന്നെയാണ് തിരുമലയുടെ ഏറ്റവും മഹത്വമായ കാര്യം. അന്നദാനം മഹാദാനം എന്ന് നാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ നമുക്കിത് നേരിൽ കാണാം, അനുഭവിക്കാം. ദർശനവും അന്നപ്രസാദവും കഴിഞ്ഞ് ഞങ്ങൾ തിരുമലയിൽ അടുത്തുള്ള വരാഹസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അതിനുശേഷം ഞങ്ങൾ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലും പോയി തൊഴുതു. ഈ സമയം മനസ്സിൽ ഒരു അപൂർവമായ ശാന്തതയും സന്തോഷവും സമാധാനവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇത് അക്ഷയ തൃതീയ ദിനത്തിൽ ഈ അനുഭവം എനിക്ക് ലഭിച്ചത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും സ്നേഹത്തോടെയുള്ള നല്ല സഹകരണമാണ് നൽകിയത്. അവർക്കും ഞങ്ങൾക്ക് ഗൈഡായി വന്നിരുന്ന പാണ്ഡവാസ് ഹോളിഡേയ്സിൻ്റെ സ്റ്റാഫായ ശ്രീരാഗനും ഈ അവസരത്തിൽ കൃത്യമായ നന്ദിയും സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള ആത്മീയമായ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ പരിശ്രമിക്കും. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് നാമം ജപിക്കാം. ഗോവിന്ദ ഹര ഗോവിന്ദ വെങ്കിടേശ്വര ഗോവിന്ദ, ഗോവിന്ദ ഹര ഗോവിന്ദ വെങ്കിടേശ്വര ഗോവിന്ദ.